You are watching TV Next. നമസ്കാരം സാർ. നമസ്കാരം. നമ്മുടെ TN സുരേഷ് സാറാണ് നമ്മോടൊപ്പം ഉള്ളത്. ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഇലക്ഷന്. അപ്പം ഓടി നടന്നുള്ളൊരു പ്രചരണമാണ്. എന്ത് തോന്നുന്നു ഈ അവസരം? ഈ ഒരു അവസരത്തിൽ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസം പ്രവർത്തനത്തിൽ ഇറങ്ങിയതിൽ എനിക്ക് തോന്നിയത് വളരെ വളരെ പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം BJPക്ക് അത്രയും വലിയൊരു സ്വീകാര്യതയാണ് ജനങ്ങളുടെ ഇടയിൽ കിട്ടിയിരിക്കുന്നത്. അത് മറ്റു രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരും അവരുടെ അനുഭാവികൾ പോലും മനസ്സിൽ അവർ ഇത്തവണ മോദിജി നേതൃത്വം കൊടുക്കുന്ന BJP ഇവിടെ വരണം, അവരുടെ ഭരണത്തിൽ വരണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് മൊത്തത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ എനിക്ക് ഓരോ ദിവസവും എൻ്റെ ആത്മവിശ്വാസം വളരെ വളരെ കൂടി വരുന്നു. അതിന് രണ്ട് കാര്യമുണ്ട്. കണക്കുകളുടെ അടിസ്ഥാനത്തിൽ 2016 ഞാൻ 32,000 വോട്ട് പിടിച്ചു. അത് NDA കാൻഡിഡേറ്റ് ആയിരുന്നുകൊണ്ട്. അതിൽ നിന്നും അത് കഴിഞ്ഞപ്പോൾ 10 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അന്നത്തെ BJPക്ക് എന്ന് പറയുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇത്രയും സ്വീകാര്യത ഇല്ലായിരുന്നു. അപ്പോൾ ഒരുപാട് എതിർപ്പുകൾ, നമ്മൾ വോട്ട് ചോദിക്കാൻ വരുമ്പോഴൊക്കെ ഒരുപാട് നെഗറ്റീവ് നമ്മൾ ആക്ഷേപിക്കുന്നത് കൊണ്ട് ഇവരെല്ലാം വലിയ രീതിയിലുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർ, രാഷ്ട്രീയമില്ലാത്ത ഒരു 20% ആൾക്കാരുണ്ട്. അവരെല്ലാം എൻ ബ്ലോക്കായിട്ട്, ഈ 20% എൻ ബ്ലോക്കായിട്ട് ഭാരതീയ ജനതാ പാർട്ടി വരണം, ഇവിടുത്തെ ജനറേഷൻ, അടുത്ത ജനറേഷൻ രക്ഷപ്പെടണം, മോദിജിയുടെ ഭരണം ഇവിടെ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ. പിന്നെ രണ്ടാമത്തെ ഫാക്ടർ, എനിക്ക് കോൺഫിഡൻസ് കിട്ടാനുള്ള രണ്ടാമത്തെ ഫാക്ടർ, ഇക്കഴിഞ്ഞ ലോക്കൽ ബോഡിയുടെ ഇലക്ഷനിൽ കോവളം മണ്ഡലത്തിൽ 37,000 വോട്ടാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർജി പാർലമെൻറ്റിൽ മത്സരിച്ചപ്പോൾ കോവളം മണ്ഡലത്തിൽ 47,000 പേര് താമരയിൽ വോട്ട് ചെയ്യാൻ തയ്യാറായി എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഏകദേശം അങ്ങ് വിജയത്തിൻ്റെ ഏകദേശം അങ്ങ് ബ്രിം വരെ എത്തി എന്നുള്ളതാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരു 47 നിന്ന് അതിനെ 60 ആക്കാനായിട്ട് എനിക്ക് വലിയ കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസിൽ ഞാൻ 100% വിജയിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ജനങ്ങൾ ഈ ഇന്ന് പൊളിറ്റിക്സിനെക്കാളും കൂടുതൽ വിശ്വസിക്കുന്ന വികസനത്തിലാണ്. ഇപ്പോൾ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർജി എന്താണ് പറയുന്നത്? അവിടെ പൊളിറ്റിക്സ് സംസാരിക്കില്ല. ഇടത് വലതിനെ കുറ്റം പറയുകയും വലത് ഇടത്തിനെ കുറ്റം പറഞ്ഞാണ് ഭരണത്തിൽ വരാൻ നോക്കുന്നത്. പക്ഷേ ഇതിൽ രണ്ടിലും BJP ഇല്ല, ചന്ദ്രശേഖർജി ഇല്ല. ചന്ദ്രശേഖർജി പറയുന്നത് എന്താണ്? നമുക്ക് വികസന രാഷ്ട്രീയത്തിനെ കുറിച്ച് സംസാരിക്കാനേ നമുക്ക് സമയമുള്ളൂ, മറ്റു ജിമിക്ക് പരിപാടികളൊന്നും നമുക്ക് താല്പര്യമില്ല. അപ്പോൾ അതാണ് അദ്ദേഹം സംസാരിക്കുന്നതും. ഈ വരുന്ന ഇപ്പോൾ ഉള്ള ഈ ജനറേഷന്, ഈ യങ് ജനറേഷന് വ്യക്തമായിട്ടറിയാം IT മേഖലയിലും മറ്റൊരു മേഖലയിലുമൊക്കെ അവരുടെ എഡ്യൂക്കേഷൻ അനുസരിച്ച് അവർക്ക് കയറി വരണമെന്നുണ്ടെങ്കിൽ BJP വന്നാൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് ഈ കുട്ടികൾക്കും അറിയാം, രക്ഷകർത്താക്കൾക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്രയും വളരെ ശക്തമായിട്ട് BJP വരണം എന്ന് ആഗ്രഹിക്കുന്നത്. ഒപ്പം തന്നെ സാറിൻ്റെ ഒരു രീതി എടുത്ത് നോക്കിയാൽ പൊതുപ്രവർത്തകനാണ്, സാമൂഹ്യ പ്രവർത്തകനാണ്, അതുപോലെ തന്നെ ജനസമ്മതനാണ്. അപ്പോൾ നമ്മുടെ കോവളം മണ്ഡലത്തെ വെച്ച് എന്തൊക്കെ വികസന പ്രവർത്തനമാണ് ഇനി വേണ്ടത്? താങ്കൾ വന്നു കഴിഞ്ഞാൽ അത് എത്രത്തോളം പുരോഗമിക്കാനാണ്? വികസന പ്രവർത്തനം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് എന്ത് വികസനം എടുത്തു പറയാനായിട്ട് ഇന്ന് വരെ നമ്മുടെ MLAക്ക് പറ്റിയിട്ടില്ല, അല്ലേ? ഒന്നും പറ്റിയിട്ടില്ല. ഈ നമ്മളെ ഇപ്പം ഈ വോട്ടിൻ്റെ കാര്യത്തിൽ അതിൻ്റെ റിംഗ് റോഡ് ആണെങ്കിലും റെയിലിൻ്റെ ഇതാണെങ്കിലും അതിൻ്റെ ഫണ്ട് പോലും ഇതുവരെ റിലീസ് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഇത് ഇപ്പോൾ ഇവിടെ പോർട്ടിൻ്റെ അതിൻ്റെ ചരക്കുകൾ കയറ്റി ഇറക്കി കൊണ്ടുവരുന്ന ആ സംവിധാനങ്ങളൊന്നും ഇപ്പോഴും കമ്മീഷൻ ചെയ്തെങ്കിലും ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. മനസ്സിലായില്ലേ? കണ്ടെയ്നേഴ്സ് വരികയും അത് ഇറക്കുമതി അതൊന്നും ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പെൻഡിങ്ങിൽ നടക്കുന്നു. സർക്കാർ പൈസ കൊടുക്കുന്നില്ല, എല്ലാം പെൻഡിങ്ങിൽ മുരടിച്ച് നിൽക്കുന്ന അവസ്ഥയാണ്. പിന്നെ ഇവിടുത്തെ റോഡുകളുടെ അവസ്ഥയാണെങ്കിൽ മറ്റ് അവസ്ഥകൾ, കുടിവെള്ള പ്രശ്നം, ഇതൊക്കെ എത്രയോ വർഷം കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണ് പരിഹരിക്കാതെ നടക്കുന്നു. വേസ്റ്റ് മാനേജ്മെൻറ്റ്, അതിനെ സംബന്ധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വലിയ പരിസ്ഥിതി ആഘാതമാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇവിടെ മാത്രമേ ഉള്ളൂ? ലോകം എല്ലായിടത്തും ഉണ്ട്. അവിടെ എല്ലാം അവർ 100% വിജയിക്കുന്നില്ലേ? പിന്നെ എന്തുകൊണ്ട് നമ്മുടെ ഈ കേരളത്തിലും ഈ കോവളത്തിലും എന്തുകൊണ്ട് പറ്റുന്നില്ല? ഒരു മദർ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നതാണ് കോവളം. കേരളത്തിൽ ആദ്യമായിട്ട് ടൂറിസം സ്റ്റാർട്ട് ചെയ്ത് കോവളത്ത് നിന്നാണ്. ആ കോവളത്തിൻ്റെ അവസ്ഥ, നിങ്ങൾ കോവളത്ത് ഒരു ദിവസം വന്നിട്ട്, കോവളം ബീച്ച് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1 കിലോമീറ്റർ നീളം പോലും ഇല്ല ബീച്ചിന്. അവിടുത്തെ അവസ്ഥ നോക്കണം. മാലിന്യജലം കടലിൽ കൂടെ ഒഴുകുന്നു, പൊട്ടിപ്പൊളിഞ്ഞ നടപ്പാതകൾ, സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നില്ല. ഓരോ വർഷവും ഗസ്റ്റുകൾ കുറഞ്ഞു വരുന്നു, ഗസ്റ്റുകൾ മറ്റു ഡെസ്റ്റിനേഷനായിട്ട് പോകുന്നു. അതായത് ഇവിടെ നോക്കിയാലും വർക്കല നോക്കിയാലും ഒക്കെ ടൂറിസം ഒക്കെ നശിച്ച്
ഒരു കണ്ടീഷനിലാണ് കാണാൻ പറ്റുന്നത്. കാരണം എല്ലാ ഡെസ്റ്റിനേഷനിലും നമ്മൾ പോയാലും ഈ വരുന്ന ഗസ്റ്റുകൾ ഒരു ഡെസ്റ്റിനേഷനിലല്ല പോകുന്നത്, പല ഡെസ്റ്റിനേഷനിൽ പോകുമ്പോൾ വലിയ രീതിയിലുള്ള ഉയർച്ചയാണുള്ളത്. ഇവിടെയെന്ന് പറഞ്ഞാൽ ബീച്ചിലൊരു ഒരു ഒരു കുടിവെള്ള പ്രശ്നം ഇപ്പോഴും ഉണ്ട്, ഡ്രെയിനേജ് പ്രശ്നമുണ്ട്, മാലിന്യ പ്രശ്നമുണ്ട്, ഇത് വേസ്റ്റ് മാനേജ്മെൻ്റ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ലൈഫ് ഗാർഡിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ലൈഫ് ഗാർഡിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. ലൈഫ് ഗാർഡിന് അവരെ ഇപ്പം 40 വർഷം കൊണ്ട് 25 വർഷം കൊണ്ട് ഇരിക്കുന്നതൊന്നും അവരെ പെർമനൻ്റ് ആക്കിയിട്ടില്ല. അതങ്ങനെ ഒരുപാട് ഇഷ്യൂസാണ് ഇതിലുള്ളത്. ഏത് നോക്കിയാലും ഇഷ്യൂസാണ്, വലുതും ചെറുതുമായിട്ടുള്ള ഇഷ്യൂസ്. ചെറിയ ഇഷ്യൂ പോലും ഇതിനൊന്നും ഒരു സൊല്യൂഷൻ കാണാനോ ഇത് പരാതി കൊടുത്താൽ നിവേദനം കൊടുത്താൽ അതിനെ തിരിഞ്ഞു നോക്കാനോ അതിനൊരു മറുപടി കൊടുക്കാൻ പോലും താല്പര്യമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. ഞാൻ കോവളം നിയോജക മണ്ഡലത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്ന് മത്സരിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ എല്ലാ വോട്ടും താമര അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നും നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥനയും അനുഗ്രഹം ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.